ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവരും എന്നോട് ചോദിച്ചു ഒരു ഹെയർ ഡൈയെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്യാമോ എന്ന്. നമ്മുടെ നാച്ചുറലായിട്ടുള്ള ആ ഒരു വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യുന്നത്. പിന്നെ നമ്മളിപ്പോൾ ആണെങ്കിൽ ഒരു 35 വയസ്സ് കഴിയുമ്പോൾ മുതൽ എല്ലാവർക്കും പിന്നെ മുടിയൊക്കെ നരയ്ക്കാൻ തുടങ്ങും. ഈ മുടി നരച്ചാന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെയാണെങ്കിൽ മുടി നരയ്ക്കുകയും പിന്നെ പെട്ടെന്നാണെങ്കിൽ മുടി പൊഴിഞ്ഞു പോകുന്ന ഒരു രീതിയുമാണ്. എല്ലാവർക്കും മിക്കവർക്കും അങ്ങനെയാണ്. ഒരു ഇത്ര വയസ്സിനകത്തിലാണെങ്കിൽ എല്ലാവരുടെയും മുടി ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ പൊഴിഞ്ഞു പോകുന്നുണ്ട്. അതുപോലെ തന്നെ നരയ്ക്കുന്നതുകൊണ്ട് ഈ നര മാറാനും അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ പൊഴിഞ്ഞു പോകുന്ന മുടി നന്നായിട്ട് കിളിച്ച് വരാനുമുള്ള ഒരു ടിപ്പാണ് ഞാൻ പറയുന്നത്. ഞാൻ ചെയ്യുന്ന ഹെയർ ഡൈയെ കുറിച്ചാണ് പറയുന്നത്. എനിക്ക് ഒരുപാടൊന്നും നരയില്ല, പക്ഷേ പിന്നെ കുറച്ചൊക്കെ നരയുള്ളൂ. പക്ഷേ പുറമേ അല്ല എൻ്റെ മുടിയിലുള്ള നരച്ചേക്കുന്നത്, എല്ലാം കുറച്ച് അകത്തായിട്ടുള്ളതാണ്. അല്ലാതെ ഒരുപാടൊന്നും ഇല്ലതേണ്ട് ഇങ്ങനെ അകത്തായിട്ട് കുറച്ച് നര വന്നിട്ടുണ്ട്. അല്ലാതെ പുറമേ ഒന്നും, ഈ മുടിയെല്ലാം നല്ല കറുത്തത് മുടി തന്നെയാണ്. കുറച്ച് അകത്തായിട്ടുള്ള നരയാണ് വന്നിരിക്കുന്നത്. ഈ നര മാറ്റാനായിട്ട് ഞാൻ ഒരു ഹെർബൽ ഡൈ ആണ് ഉപയോഗിക്കുന്നത്. ഞാൻ എപ്പോഴും ഒന്നും ഡൈ ചെയ്യാറില്ല, പിന്നെ വല്ലപ്പോഴും ഒക്കെ എന്നുള്ള ഇങ്ങനെ ചെയ്യത്തുള്ളൂ. എന്ന് വെച്ചാൽ പുറത്തോട്ട് എനിക്ക് ഒരുപാട് കാണാനില്ല മുടി പിന്നെ നരച്ചേക്കുന്നത്. അപ്പം ഞാൻ ചെയ്യുന്നത് രീതിയാണ് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. ഈ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മുടി കൊഴിച്ചിൽ മാറുകയും ചെയ്യും. അതുപോലെ തന്നെ കഷണ്ടിയാകത്തില്ല. ഇത് ഓരോരുത്തരാണെന്നുണ്ടെങ്കിൽ മുടി ഡൈ ചെയ്ത് കഷണ്ടിയായിട്ട് പിന്നെ അതുപോലെ തന്നെ നന്നായിട്ട് മുടി പൊഴിഞ്ഞു പോകുക മിക്കവർക്കും ഉള്ള ഒരു ഇതാണ്. അത് മാറാനായിട്ട് പറ്റിയ ഒരു ഹെർബൽ ഡൈ ആണിത്. ഇതാണെങ്കിൽ ആയുർവേദത്തിൻ്റെയാണ്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് ഇതാണ്. ഞാൻ വല്ലപ്പോഴും ഒക്കെ ഇതുപോലെ ഡൈ ചെയ്യാറുള്ളൂ. അതുകൊണ്ട് എൻ്റെ മുടി അങ്ങനെ പൊഴിഞ്ഞു പോകാറില്ല. പിന്നെ അത് അധികമായിട്ടത് പൊഴിഞ്ഞു പോകത്തില്ല. ഇത് ഡൈ അടിച്ച് ലാസ്റ്റാണെന്നുണ്ടെങ്കിൽ എല്ലാവരും മിക്കവരും കഷണ്ടിയാവുകയാണ്. നിങ്ങൾ പറയും എനിക്ക് നരയില്ലല്ലോ എന്ന് പറയും. എന്തുകൊണ്ട് ഇത് നരയാണ്, കണ്ടോ, ഇത്രയും നരയുണ്ട്. അകത്തൊക്കെ ആയിട്ടാണ് എനിക്ക് നര വന്നേക്കുന്നത്, കണ്ടോ. ഇതുപോലെ മുടി ഉള്ളിലായിട്ടാണേ. അകത്ത് കുറേയൊക്കെ ഉണ്ട്, ഒരുപാടങ്ങില്ല, എന്നാലും അകത്തകത്തായിട്ടാണ് ഉള്ളത്. നന്നായിട്ടുണ്ട്. കാണുമെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ പിന്നെ വീഡിയോ ഇട്ട് കഴിയുമ്പോൾ ഇത് കാണുമ്പോൾ പറയും പിന്നെ നരയില്ലല്ലോ എന്ന് പറയും. കണ്ടോ, ഇത്രയൊക്കെ ഉള്ളിലുണ്ട്. ഈ നര മാറാനായിട്ട് ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഈ ഡൈ ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാമേ. ഇതേണ്ട ബ്ലാക്ക് ഹെന്ന പൗഡർ. ഇത് ഹെർബലിൻ്റെ ഒരു ഡൈ ആണ്. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതിനകത്തിൽ 2 സാധനം കൂടെ മിക്സ് ചെയ്താണ് ഞാൻ ഉപയോഗിക്കുന്നത്. അങ്ങനെ മിക്സ് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ നമ്മൾക്ക് മുടി പൊഴിച്ചിൽ മാറുകയും ചെയ്യും. അതുപോലെ തന്നെ നന്നായിട്ട് മുടി കിളിക്കുകയും ചെയ്യും. നല്ലതായിട്ട് മുടി ആർത്ത് കിളിക്കും. അത് 100% ഞാൻ ഗ്യാരൻറ്റി പറയുന്നു. അതുപോലെ നന്നായിട്ട് മുടി കിളിക്കുന്നതാണ്. ഇതിൻ്റെ മുടി കൊഴിച്ചിലും അങ്ങനെ വരുന്ന കാര്യം മൈലാഞ്ചിയുടെയാണിത്. മൈലാഞ്ചി ഹെന്ന പൗഡർ ആകുമ്പോൾ ഈ മൈലാഞ്ചി പൗഡർ നമ്മൾ ഉപയോഗിക്കുമ്പോൾ മുടി കിളിക്കാൻ നല്ലതാണ്. മുടി നന്നായിട്ട് കിളിക്കും. മൈലാഞ്ചിപ്പൊടിയാണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ മൈലാഞ്ചിയാണ് എണ്ണ മുറുക്കാനൊക്കെ ഉപയോഗിക്കുമല്ലോ. മൈലാഞ്ചി എണ്ണ മുറുക്കി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ മൈലാഞ്ചി ഇട്ട് എണ്ണ മുറുക്കി ഉപയോഗിക്കുന്ന ആ എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് മുടി കിളിക്കും. ഇതാണ് ഞാൻ പറഞ്ഞ ആയുർവേദത്തിൻ്റെയാണ്. ഈ ആയുർവേദത്തിൻ്റെ പൗഡറാണ് ഇതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞു 2 സാധനം കൂടെ ഞാൻ മിക്സ് ചെയ്തിട്ടാണ് ഞാനിത് തലയിൽ തേക്കുന്നത്. ഇത് തേക്കുന്നതോടുകൂടി മുടി കൊഴിച്ചിൽ നന്നായിട്ട് മാറുകയും ചെയ്യും. ആ സാധനം അതിൻ്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്യുന്ന സാധനം എന്ന് പറഞ്ഞാൽ നല്ല ആയിട്ട് പിന്നെ പ്രോട്ടീൻ്റെ ഒരു ഇതാണ് ഞാൻ ചേർക്കാൻ പോകും. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഇതാണ് ഞാൻ ചേർക്കുന്നത്. അതുകൂടെ ചേർക്കുമ്പോൾ നമ്മൾക്ക് ഈ തലയോട്ടിയിലാണെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് പിടിപ്പിക്കുമല്ലോ. അപ്പോൾ നല്ല പ്രോട്ടീൻ ആകുമ്പോൾ നല്ലതായിട്ട് മുടി കിടിക്കാനൊക്കെ നല്ലതാണ്. അതിനാണ് അതുകൂടി ഉപയോഗിക്കുന്നത്. അപ്പം അത് രണ്ടും കൂടെ ഉപയോഗിച്ചാണ് ഞാൻ ഇത് മിക്സ് ആക്കുന്നത്. അത് ഞാനിനി കാണിക്കാം ആ വീഡിയോ കേട്ടോ. ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. അതുപോലെ നിങ്ങൾ ഇതുപോലെ തന്നെ ഉപയോഗിച്ച് പോകണമെന്നുണ്ടെങ്കിൽ എത്ര മുടി കൊഴിയുന്ന ആൾക്കാരെയാണെന്ന് പറഞ്ഞാലും മുടി കൊഴിച്ചിൽ നിൽക്കുകയും ചെയ്യും. നന്നായിട്ട് മുടി ആർത്ത് കിളിക്കുകയും ചെയ്തു. കണ്ട് ഞാൻ ഇത് ഒറ്റ വർഷം കൊണ്ടാണ് എൻ്റെ മുടി മൊട്ടയടിച്ചതായിരുന്നു. 1 വർഷമായിട്ടുള്ളൂ, 1 വർഷവും 2 മാസമായിട്ടുള്ളൂ. ഇത് ഞാൻ മൊട്ടയടിച്ചതാണ്. ഈ മുടി ഇങ്ങനെ 1 വർഷമായിട്ടാണ് ഇത് കിളിച്ച് വന്നിരിക്കുന്നത്. ഇത്രയും ഉള്ളോട് തിക്കായിട്ട് കണ്ടോ, നല്ല ഉള്ളോട് കൂടി. എനിക്ക് നേരത്തെ ഒരുപാട് മുടിയുള്ള വ്യക്തിയായിരുന്നു. പക്ഷേ ഞാനത് ഒരു നേർച്ചയിൽ ഞാനിത് മുടി വെട്ടിയതാണ്. അതിന് ശേഷം ഈ 1 വർഷം കൊണ്ട് കിളിച്ച് വന്ന് ഇതാണ് ഉപയോഗിക്കുന്നത്.
അതിൽ നിന്നാണ് എൻ്റെ ഒരുപാട് മുടി കൊഴിച്ചിൽ മാറിയെന്ന് പറഞ്ഞത്. ഇനി പിന്നെ ഞാൻ ചെയ്യുന്ന രീതി നമുക്കിത് കൂട്ടാം. ഇത് കൂട്ടിയാലല്ല തല തേച്ച് കാണിക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഇത് തയ്യാറാക്കാമേ. മിക്സിങ്ങിനായിട്ട് ഹെന്ന പൗഡർ എടുത്തു. ഹെന്ന പൗഡറാണ് ഇത് കേട്ടോ. ഹെന്ന പൗഡർ, അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ ഒരു മുട്ട എടുത്തു, പിന്നെ തേയില വെള്ളം. ഇത്രയാണ് ഇത് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. നമുക്കിനി മിക്സ് ചെയ്യാം. ആദ്യം ഈ മുട്ടയുടെ വെള്ളം എടുക്കാമേ. നമുക്ക് ഒരു മുട്ടയുടെ വെള്ളം എടുക്കാം. എനിക്ക് കുറച്ച് മതി. കാരണം ഒരുപാട് ഞാൻ പറഞ്ഞില്ല നരയില്ലെന്നേ, അതിന് കുറച്ച് മതിയല്ലോ. എനിക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഒരു മുട്ടയുടെ വെള്ളം ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. അതിൻ്റെ ആവശ്യമുള്ളൂ. നമുക്ക് ഇതൊന്ന് നന്നായിട്ട് പതപ്പിക്കാം. കാര്യം അല്ല, ഇത് വേറെ വിട്ട് കിടക്കുന്ന പോലെയല്ലേ. അപ്പോൾ ഇതൊന്ന് ഇതാക്കി കണ്ട. ഇപ്പോൾ ഇതായി, പോലായല്ലോ. ഇനി നമ്മൾക്ക് ഹെന്ന പൗഡർ ഉപയോഗിക്കാമേ. ഞാൻ കുറച്ചേ എടുക്കുന്നുള്ളൂ, എനിക്ക് കുറച്ച് മതിയല്ലോ. ഇത് മിക്സ് ആക്കാം നമുക്ക്. എന്നിട്ട് ഇത്രയും മതി. ഇത് മിക്സ് ആകാനുള്ള പൗഡർ ഇട്ടാൽ മതി. ഇതിനകത്ത് ഇട്ടാൽ മതി. നന്നായിട്ട് മിക്സ് ആക്കണം, അല്ലെന്നുണ്ടെങ്കിൽ കട്ട കെട്ടി കിടക്കും. അങ്ങനെ കിടക്കല്ല, നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ആക്കി എടുക്കാം. അതിനുള്ള പൊടി ഇട്ടാൽ മതി. ഒരുപാട് വേണ്ട കാര്യം. നമുക്ക് മുടിയേൽ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ എടുക്കണം. ഇത് ഞാൻ തേയില വെള്ളം എടുത്തേക്കുന്നത് നമുക്ക് ഇത് മിക്സ് ആക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ പിന്നെ വെള്ളമയം കുറവാണെന്നുണ്ടെങ്കിൽ അതിന് മിക്സ് ആക്കാൻ വേണ്ടിയാണ് ഞാൻ ആ തേയില വെള്ളം എടുത്തേക്കുന്നത്. വെറും വെള്ളം വേറെ ഒഴിക്കണ്ടായല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ ഏകദേശം മിക്സ് ആകുന്നുണ്ട്. അപ്പം നമുക്ക് തലയിൽ തേക്കേണ്ട ഒരു പരുവത്തിനാണ് ഇത് എടുക്കേണ്ടത് കേട്ടോ. മിക്സ് ആക്കേണ്ടത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇതുപോലെ അങ്ങ് മിക്സ് ആക്കണം. ഞാൻ ആ മുട്ടയുടെ വെള്ളം മാത്രം മതിയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, കൂടുതലായിട്ട് പൊടി ഉപയോഗിക്കേണ്ടവർക്കും ഒരുപാട് നരയുള്ളവർക്കും അതിൻ്റെ കൂട്ടത്തിലാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി തേയില വെള്ളം കൂടെ ആഡ് ചെയ്താൽ മതി കേട്ടോ. എനിക്കിപ്പം തേയില വെള്ളം ഒഴിക്കേണ്ട വന്നില്ല, കാര്യമുണ്ട്. ഇത്രയും മതി. അപ്പം നമുക്ക് അതിനുള്ള പാകത്തിനുള്ള തയ്യാറാക്കാനുള്ള ഇതുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, മുട്ടയെന്ന് പറയുന്നത് പ്രോട്ടീനാണല്ലോ. മുട്ടയുടെ വെള്ളയ്ക്കകത്ത് നിറയെ പ്രോട്ടീനുണ്ട്. നമ്മൾ ഇത് തലയെ തേച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടായി മുടി പൊഴിയത്തില്ലെന്ന് പറഞ്ഞ് കാര്യം. മുടി വളർച്ചയ്ക്ക് നല്ലതാണ് മുട്ടയുടെ വെള്ളയൊക്കെ. ഇത് ആഴ്ചയിലൊക്കെ നമ്മൾ പിന്നെ അല്ലാതൊക്കെ ഞാൻ നേരത്തെയൊക്കെ എൻ്റെ പണ്ടൊക്കെ ഒരുപാട് മുടി ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ ആഴ്ചയിലൊക്കെ മുട്ടയുടെ വെള്ളം മാത്രം എടുത്തിട്ട് തലയോട്ടിയിലൊക്കെ ഇങ്ങനെ പിടിപ്പിച്ച് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഞാൻ കഴുകിക്കളയുമായിരുന്നു. നല്ല രീതിക്ക് നമുക്ക് മുടി കിളിക്കാനായിട്ട് നല്ലതാണ് മുട്ടയുടെ വെള്ളം. അത് ഒരുപാട് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ടല്ലോ മുട്ടയുടെ വെള്ളയിൽ. ഇത് നമ്മൾക്ക് ഒരുപാട് ഗുണം ചെയ്യും. മുടി കൊഴിച്ചിലൊക്കെ മാറാനൊക്കെ നല്ലതാണ്. ഇനി ഞാൻ ഇത് തലയിൽ തേച്ച് കാണിക്കാമേ. കണ്ടോ, ഞാൻ പറഞ്ഞല്ലോ നര നല്ലതായിട്ടുണ്ട്. ഈ നരയുള്ള ഭാഗത്ത് നമുക്ക് തേക്കാം. ഞാൻ പറഞ്ഞു മുടിയിലല്ല അധികമായിട്ട് എൻ്റെ ഈ തുടക്കം മുതൽ കുറച്ചുള്ള നരയേ ഉള്ളൂ. കണ്ടോ, ഇങ്ങോട്ടില്ല, ഇത്ര ഭാഗത്തേ ഉള്ളൂ. അപ്പം ആ ഉള്ള ഇതിൽ നമ്മൾക്ക് ഇത് ചെയ്ത് കാണിക്കാം ഞാൻ. നന്നായിട്ട് നമ്മൾ മുടി ഷാമ്പൂ ചെയ്തതിന് ശേഷം ഇത് ചെയ്യാവൂ. കാര്യം എണ്ണമയം ഒട്ടും പാടില്ല. ഞാനിത് കൊണ്ടുവന്ന് എല്ലാം ചെയ്ത് കാണിക്കാം. കുറച്ച് വെട്ടമുള്ളിടത്തോട്ട് വന്നേ, മറ്റേടത്ത് നല്ലതായിട്ട് വെട്ടമില്ലേ. ഇങ്ങനെ നമ്മൾ തേച്ചാൽ മതിയേ, തേച്ച് പിടിപ്പിക്കണം.
ഇത് കുറച്ച് മുടി ഉള്ളതുകൊണ്ട് എടുക്കാൻ തന്നെ പാടാണ്. നമുക്ക് നീളമുള്ള മുടിയാണെന്നുണ്ടെങ്കിൽ ശരിക്ക് ചെയ്തു പോകാം. ഇവിടെ കുറച്ചുണ്ട് കണ്ടോ. ഉള്ളിടത്ത് ഞാൻ ചെയ്ത് കാണിക്കാം കേട്ടോ. ഇതുകൊണ്ട് ഇവിടെ നിറച്ചുണ്ട്, കുറച്ചുണ്ട്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ചെയ്താൽ മതി, നല്ലതായിട്ട് മുടി കിളിക്കും. ഉള്ള സൈഡിലൊക്കെ ഇതുപോലെ ചെയ്തു പോയാൽ മതി കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, പ്രോട്ടീനാണ്, മുട്ട പ്രോട്ടീൻ അല്ലയോ, നന്നായിട്ട് മുടി കിളിക്കും, നല്ല ഉള്ളോടുകൂടി മുടി കിളിക്കും കേട്ടോ. എൻ്റെ അധികമൊന്നുമില്ല, ഞാൻ പറഞ്ഞില്ല, കുറച്ചൊക്കെ അവിടെ ഇവിടെയുള്ളൂ കണ്ടോ. ഈ മുകളിലുണ്ട് കണ്ടോ, ഈ മുകൾ ഭാഗത്തൊക്കെ ഉണ്ട്, അധികമില്ല. എൻ്റെ ഈ വയസ്സിനകത്തിലും ഇത്ര മുടി ഇതൊക്കെ നിറച്ചിട്ടുള്ളൂ. ചെയ്തില്ലേലും വലിയ കുഴപ്പമില്ല. എന്നാലും പിന്നെ നമ്മളൊക്കെ ചെയ്തില്ലേ പിന്നെ ഇത് താഴോട്ട് ഒരുപാട് ഇങ്ങനെ ആകത്തില്ലേ. അപ്പം ഇങ്ങനെ ചെയ്തു പോയി കഴിഞ്ഞാൽ ഈ ഉച്ച സൈഡിൽ ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് വന്നിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഇങ്ങനെ ചെയ്താൽ മതി. ഞാനിതിന് ഉണങ്ങിയിട്ട് കഴുകിയിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത്ര ഇടത്തൊക്കെ ചെയ്തിട്ടുണ്ട്, എനിക്ക് കാണാൻ പറ്റുന്നിടത്തൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പുറകിലൊന്നും അധികം അങ്ങനെ ഇല്ല. അതുകൊണ്ട് നന്നായിട്ട് മുടിയുണ്ട്, ഞാൻ പറഞ്ഞില്ലയോ. പുറകിലൊന്നും അധികമില്ല. ഈ ഉള്ള സ്ഥാനത്തൊക്കെ ഇത് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ 100% ഉറപ്പ് പറയുന്നു, നന്നായിട്ട് മുടി കിളിക്കും. നന്നായിട്ട് മുടി കിളിക്കും എന്ന് പറഞ്ഞാൽ അതിന് 100ന് 109% ഞാൻ അതിനെ ഗ്യാരണ്ടി തരുന്നു. മുടി കൊഴിച്ചിൽ മാറും. അതിന് അത്രയ്ക്ക് നല്ല ഒരു ടിപ്പാണ് ഇത്. ഇത് ചെയ്താൽ മതി. ബ്ലാക്ക് ഹെന്നയാണ് എടുത്തേക്കുന്നത്. അതിനകത്ത് ഞാൻ പറയുന്നത് ഈ മിക്സിങ് നന്നായിരിക്കണം. മിക്സിങ് നന്നായിട്ട് ചെയ്താലേ നമ്മൾക്കത് പ്രയോജനമുള്ളൂ. അപ്പം മുടി പൊഴിയാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. മിക്സിങ് നന്നായിട്ട് ചെയ്യുക. ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. കാര്യം പറയാനായിട്ട്, മുടി ഒഴിച്ചിൽ മാറണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ ഈ കാര്യം കൊണ്ട് മുട്ടയുടെ വെള്ളം ഇടണം, എന്നാലേ നമുക്ക് മുടി ഒഴിച്ചിൽ മാറത്തുള്ളൂ. എല്ലാ ഇതിനകത്തിലും എന്തെങ്കിലും ഒക്കെ ഈ മൈലാഞ്ചി, ഞാൻ പറഞ്ഞല്ലോ, മൈലാഞ്ചി എന്ന് പറയുന്നത് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നതാണ്. മൈലാഞ്ചി പൊടിയാന്ന് പറഞ്ഞാൽ നമ്മൾക്കാണെങ്കിൽ അതിനെ മുടി നന്നായിട്ട് വളരാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ എണ്ണ മുറിക്കിയാലും അതിന് നല്ലതാണ്. ഇതൊക്കെ നമുക്ക് ഒരുപാട് പ്രയോജനം ചെയ്യുന്ന ഇതാണ്. അത് കഴിയുമ്പോൾ ഇത് ഞാൻ കഴുകി കഴിഞ്ഞിട്ട് വേറൊരു ടിപ്പ് കൂടി എൻ്റെ കൂട്ടത്തിൽ തന്നെ പറയാം. അത് ഒരുപാട് പ്രയോജനം ചെയ്യണം. ആഴ്ചയിലൊരിക്കൽ അതോടെ ചെയ്തു പോകണം. മുടി കൊഴിച്ചിൽ മാറും, 100% ഉറപ്പ് വരുന്നു. ഇത്രയൊക്കെ ചെയ്തിട്ട് നിങ്ങളൊക്കെ ഇതുപോലൊക്കെ ചെയ്തിട്ട് ഭയങ്കരമായിട്ട് മുടി പൊഴിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യുകയെന്ന് വെച്ചാൽ വിറ്റാമിൻ D3 അതിൻ്റെ ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കണം. അതിൻ്റെ കുറവ് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് വിറ്റാമിൻ ഡിയുടെ ഇത് കുറവ് വന്നു കഴിഞ്ഞാൽ മുടി നന്നായിട്ട് പൊഴിയും കേട്ടോ. അപ്പം അതുകൂടെ ഒന്ന് ചെയ്ത് പിന്നെ ഇതൊക്കെ ചെയ്തിട്ടും ഇതുപോലെ ഡൈ അടിച്ച് ഇതുപോലെ പൊഴിഞ്ഞു പോകുന്ന ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ മുടി കൊഴിച്ചിൽ കുറയുന്നതാണ്. അതും ചെയ്തിട്ട് നമുക്ക് കൊഴിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടെസ്റ്റ് ചെയ്ത് നോക്കണം. അതിന് മരുന്ന് എടുത്തു കഴിഞ്ഞാൽ മാറുന്നതാണ്. അതുപോലെ അല്ലെന്നുണ്ടെങ്കിൽ വെയിൽ കൊണ്ടാൽ മതി. എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് അതിൻ്റെ ഇച്ചിരി കുറവുണ്ടായിരുന്നു. ഉണ്ടായിരുന്നപ്പം മുടി കൊഴിയുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ മരുന്നെടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് മാറ്റം ഉണ്ടായി. മാറ്റമൊന്നുമല്ല, അത് കുറവുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇങ്ങനെയുള്ള ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അധികമൊന്നും മുടി പോകുന്നില്ല, നന്നായിട്ട് തന്നെ കിളിക്കുന്നുമുണ്ട് അതിന്. അപ്പം അതുകൂടെ ചെയ്തു പോയാൽ മതി കേട്ടോ. എനിക്ക് വെയിലധികം കൊള്ളാൻ പറ്റത്തില്ല, എന്നുണ്ടെങ്കിൽ വെയിൽ കുറച്ചൊക്കെ കൊണ്ടാൽ മതി, നമുക്കതിൻ്റെ അത് കിട്ടുമെന്നാണ് പറയുന്നത് കേട്ടോ. ഞാനിത് ഉണങ്ങിയിട്ട് കഴുകിയിട്ട് കാണിക്കാമേ. ഞാൻ തലമുടി കഴുകിയേ വേണ്ടേ, നല്ല ഒരു തിളക്കം കണ്ടോ. നമ്മുടെ നാച്ചുറലായിട്ടുള്ള ഹെയറിൻ്റെ അതേ കളറാണ് ഇട്ടേക്കുന്നത്. വലിയ കറുപ്പില്ല, പക്ഷേ നമ്മുടെ മുടിയുടെ യഥാർത്ഥ കളർ തന്നെയാണ് കണ്ടോ. ഒരു തിളക്കം പോലും കണ്ടോ. അതേ കാര്യം ഈ മുട്ടയുടെ വെള്ള ചേർക്കുന്നത് കൊണ്ടാണ്. ഞാൻ വേറെ കണ്ടീഷണർ ഒന്നും ചെയ്തില്ല കേട്ടോ. കഴുകാൻ നേരത്ത് ഞാൻ ഒന്നും ഷാമ്പു മാത്രം ഇട്ട്, നമ്മൾ ഷാമ്പു ഇട്ട് കഴുകണം. ഷാമ്പു ഇട്ട് കഴുകുക മാത്രം ചെയ്താൽ മതി. മുടി കുറച്ചുകൂടെ ഉണങ്ങാനുണ്ട് എനിക്ക്. ഞാൻ പെട്ടെന്ന് തന്നെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കഴുകിയിട്ട് വന്നിട്ട് കുറച്ച് നേരം കുറച്ച് ഉണക്കിയെടുത്തുള്ളൂ. ബാക്കി ഇനി ഉണങ്ങാനുണ്ട്. നല്ല സിൽക്കി പോലായി കണ്ടോ മുടി, നല്ല സിൽക്കി പോലെ. അതിൻ്റെ തിളക്കം തന്നെ കണ്ടോ. ഈ മുട്ടയുടെ വെള്ളം ചേർക്കുന്നതിൻ്റെ ഗുണം ഒരു ഗുണം അതാണ്. കാര്യം
നമുക്ക് കണ്ടീഷണർ ചേർക്കേണ്ട കാര്യമില്ല. ഇത് ചേർത്ത് കഴിഞ്ഞാൽ ഈ മുട്ടയുടെ വെള്ളം ചേർക്കുന്നതുകൊണ്ട് നല്ല സിൽക്കി ആകും മുടി. ഞാനൊന്നും ചെയ്തിട്ടില്ല, ചീകി പോലും ഇല്ല, ഇനിയും കുറച്ചുകൂടെ ഉണങ്ങാനുണ്ട്. അപ്പം അതാണ് ഒരു പ്രയോജനം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ റിപ്പീറ്റ് അടിക്കുകയല്ല, മുടി കൊഴിച്ചിൽ മാറുന്ന പൂർണ്ണമായിട്ട് ഞാൻ പറയാം, മുടി കൊഴിച്ചിൽ മാറുകയും ചെയ്യും. നന്നായിട്ട് മുടി തിക്കായിട്ട് കിളിക്കും കേട്ടോ, തിക്കായിട്ട് കിളിക്കുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു പ്രയോജനം എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ കൂടെ നമ്മൾ ഇത് ആഡ് ചെയ്ത് തന്നെ പോകണം. കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇത് കണ്ടേ, പിന്നെ മൈലജിപ്പൊടി കാണിച്ചു, ബ്ലാക്ക് ഹെന്ന ഇത് മേടിച്ചാൽ മതി കേട്ടോ. ഇത് ആയുർവേദത്തിൻ്റെ ഹെർബലിൻ്റെ കണ്ട മേളിൽ എഴുതിയിട്ടുണ്ട് ഹെർബൽ എന്നുള്ളത്, ഹെർബലിൻ്റെയാണ്. അത് കാണുമെന്ന് തോന്നുന്നില്ല, ഹെർബലിൻ്റെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇത് ആഡ് ചെയ്താൽ മാത്രം മതി. ഞാൻ ഈ പറയുന്ന പോലെ ചെയ്ത് തന്നെ 100-ന് 110% മുടി കൊഴിച്ചിൽ മാറുകയും ചെയ്യും. നന്നായിട്ട് തിക്കായിട്ട് മുടി കിളിക്കും. അതിന് ഞാൻ ഗ്യാരണ്ടിയാണ് കേട്ടോ. എൻ്റെ മുടിയുടെ ഇതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാമല്ലോ കണ്ടോ, ഇത് കുറച്ചുകൂടെ ഉണങ്ങാനുണ്ട്. ഇത് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ, അല്ലാതെ ഞാൻ വേറൊന്നും ചെയ്യാറില്ല. ഇപ്പം നമ്മുടെ ആ യഥാർത്ഥ മുടിയുടെ കളറ് കിട്ടുകയും ചെയ്യും. ഇത് ചെയ്തു പോയാൽ മാത്രം മതി കേട്ടോ. ഞാൻ വേറൊരു ടിപ്പൂടെ കാണിക്കാം, അത് ആഴ്ചയിൽ ഒരിക്കൽ വെച്ച് നിങ്ങൾ അതുകൂടെ ചെയ്തു പോകൂ. നന്നായിട്ട് മുടി കിളിക്കുമെന്ന് ഞാൻ ഗ്യാരണ്ടി തരുന്നു. അതുകൂടെ ഒന്ന് കാണിക്കാം. ഇനി അടുത്ത ടിപ്പാണ് പറയുന്നത്, ഇതും ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യണം. ഞാൻ ഉലുവ കുതുക്കാനിട്ടതാണേ. ഒരു പിടി ഉലുവ നമ്മൾ കുതുക്കാനിട്ടിടുക തലേദിവസി. എന്നിട്ട് ഇത് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കുക. ഒരു പിടി മതി കേട്ടോ, ഒരുപാട് വേണ്ട. നമ്മുടെ തല തേക്കാനുള്ള ഇതാണ്, ആഴ്ച ഒരിക്കൽ നമുക്കിത് ചെയ്യാനുള്ളതാണേ. ഇതൊന്ന് അരച്ചെടുക്കുക. ആദ്യം ഒന്ന് അരച്ചുകൊണ്ട് വരാമേ. ഞാനിത് 2 ഉലുവ അരച്ചെടുത്ത് ഇതുപോലെ നന്നായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരയണം. ഇനി ഇതിലോട്ട് നമ്മൾ 2 കൂട്ടം കൂടെ ചേർക്കാൻ പോവാണ്. രണ്ടാമത് ചെയ്യുന്നത് കറ്റാർവാഴയുടെ ജെല്ലെടുക്കണം. ഏറ്റവും ഗുണമുള്ളതാണ് കറ്റാർവാഴയുടെ ഈ ജെല്ല്. ഇത് നമ്മളിങ്ങനെ പൊളിച്ചെടുക്കുക. എന്നിട്ട് അതിനകത്ത് ഇത് നമുക്ക് ചിരണ്ടിയെടുക്കാം. ഈ ജെല്ല് ഇതിങ്ങനെ ചിരണ്ടിയെടുക്കുക. എന്നിട്ട് ഈ മിക്സിയിലോട്ട് ഇടുക. ഇതുകൂടെ ഈ ജാറിലോട്ട് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടെന്ന്. ഏറ്റവും തലമുടി വളരാനായിട്ടുള്ള ഒരു ഇതാണ് ഈ കറ്റാർവാഴ കേട്ടോ. നമ്മളെല്ലാ വീടുകളിലും ഇത് വെച്ച് പിടിപ്പിച്ചാൽ നല്ലതാണ്. ഈ ജെല്ലും കൂടി വെച്ച് ഇതടിക്കണം. രണ്ടായിട്ട് ഒഴിച്ചല്ലോ. ഇനിയും മൂന്നാമത് മുട്ടയുടെ വെള്ള. ഇതും കൂടെ നമ്മൾക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് അടിച്ചെടുക്കാമേ. മിക്സ് ചെയ്യുക, ഇതൊന്ന് അടിച്ചെടുക്കാം. നമുക്കാണെങ്കിൽ ഈ ഉലുവ വെള്ളം കൂടെ ചേർത്താൽ മതി കേട്ടോ. അപ്പം കറക്റ്റാകും. എന്നിട്ട് ഇത് മൂന്നും കൂടി ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കും. അടിച്ചെടുത്തതിന് ശേഷം ഇത് നമ്മൾ ആഴ്ചയിലൊരിക്കലേ നമ്മളിത് ചെയ്താൽ മതി. ആഴ്ച ഒരിക്കൽ. ഇപ്പോൾ ഈ ഡൈ ചെയ്തതിൻ്റെ കൂട്ടത്തിലല്ല, അല്ലാതെ ആഴ്ചയിലൊരിക്കൽ ഇതും കൂടെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. നല്ല റിസൾട്ട് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് മുടി കിളിക്കുന്നതാണ്. ഞാനിതൊന്ന് അടിച്ചുകൊണ്ട് വരാമേ. ഇതൂടെ ഇത് ഞാൻ അടിച്ചുകൊണ്ട് വരാം. കണ്ടോ, ഇതിങ്ങനെ പതഞ്ഞിരിക്കും. ഈ കൂട്ട് ആഴ്ചയിലൊരിക്കൽ നമ്മൾക്ക് തേക്കണം. ആഴ്ച ഒരിക്കൽ തേക്കണം. തേച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നല്ല പ്രയോജനം കിട്ടും. കാര്യം പിന്നെ ഉലുവ എന്ന് പറഞ്ഞാൽ തലയ്ക്ക് തണുപ്പാണ്, മുടി കിളിക്കാൻ നല്ലതാണ്. അതുപോലെ തന്നെ കറ്റാർവാഴയുടെ ജെല്ല് നല്ലതാണ്. അതുപോലെ തന്നെ മുട്ടയുടെ വെള്ള. ഇത് മൂന്നും കൂടെ ആകുമ്പോൾ, ഈ മിശ്രിതം മൂന്നും കൂടെ നമ്മൾ അടിച്ച് തലയിൽ തേക്കുമ്പോൾ ഒരുപാട് ഗുണങ്ങൾ കിട്ടും. മുടി കിളിക്കാനും നന്നായിട്ട് ആർത്ത് കിളിക്കും. മുടി കിളിക്കാനും അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ മുടി പൊഴിച്ചിലിനും ഒക്കെ ഒരുപാട് ഗുണം ചെയ്യുന്ന കാര്യമാണ്. കാര്യമുണ്ട്, ഇതിനകത്തിലൊക്കെ ഒരുപാട് വിറ്റാമിൻസിനൊക്കെ അടങ്ങിയിട്ടുണ്ട്. നമ്മൾ പ്രോട്ടീനൊക്കെയാണ്, അതൊക്കെ പിന്നെ തലമുടി വളരാനൊക്കെ ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആഴ്ചയിലൊരിക്കൽ ഇതും കൂടെ ചെയ്തു പോകൂ. നിങ്ങൾക്ക് ഒരുപാട് ഗുണം കിട്ടുകയും ചെയ്യും. നന്നായിട്ട് മുടി കിളിക്കുകയും ചെയ്യും. ഈ പിന്നെ മുടി പൊഴിച്ചിലും പരാതികളൊക്കെ നമ്മുടെ തീർക്കാൻ പറ്റുന്ന ഒരു
ഒരു കൂട്ടാണിത്. ഇത് ചെയ്തു പോകാം. ഞാനാണെങ്കിൽ ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് ചെയ്തു പോയത്. എനിക്ക് ഒരുപാട് മുടിയുണ്ടായിരുന്നു. എൻ്റെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക്, എന്നെ അറിയാവുന്നവർക്കൊക്കെ അറിയാം എനിക്ക് എന്തുമാത്രം മുടിയുണ്ടായിരുന്നുണ്ട്. ഞാനിതൊക്കെ നേരത്തെയൊക്കെ ഇതുപോലെ തന്നെ ശ്രദ്ധിച്ചായിരുന്നു. എൻ്റെ മുടിയൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ചായിരുന്നു പോകുന്നത്. നമ്മൾ ഇത് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. അത് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരുന്നു കേട്ടോ. നല്ല റിസൾട്ട് കിട്ടും. ഇത് ചെയ്താൽ മതി. നമ്മൾക്ക് എല്ലാവരും മടി വിചാരിക്കാതെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. കാര്യം പിന്നെ എല്ലാവരും ഞാൻ പറഞ്ഞല്ലോ, ഇത്ര വയസ്സ് കഴിയുമ്പോൾ മുതൽ ഡൈ അടിക്കുന്നത്. ഈ ഡൈ അടിക്കുമ്പോഴാണെങ്കിൽ പിന്നെ ഓരോ കെമിക്കലൊക്കെ ഇങ്ങനെ തലയിൽ ചെന്ന് നമ്മുടെ മുടിയെല്ലാം പൊഴിഞ്ഞു പോകുന്നത്, തലയോട്ടി തെളിഞ്ഞു കാണുന്നതും. അതിനൊക്കെ ഒരു പരിഹാര മാർഗ്ഗമാണ് ഇതൊക്കെ. ഇങ്ങനെയൊക്കെ ചെയ്തു പോകുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ എത്ര പ്രായമായെന്ന് പറഞ്ഞാലും അവരുടെ മുടി അതുപോലെ തന്നെ നിൽക്കും കേട്ടോ. നന്നായിട്ട് വളരുകയും ചെയ്യും. നിങ്ങളൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാനിത് ചുമ്മാതെ പറയുന്നതല്ല, എല്ലാവർക്കും ഉപകാരപ്പെട്ട ഒരു വീഡിയോ തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് മെഹന്തിയുടെ കാര്യവും ഞാൻ പറഞ്ഞു. ഇതുപോലെ തന്നെ ഈ മെഹന്തി ഇത് മേടിച്ചാൽ മതി കേട്ടോ. ഹെന്ന മേടിച്ചാൽ മതി. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ചെയ്യുമ്പോൾ എന്താണെന്ന് പറഞ്ഞാലും ഈ കൂട്ട് പിന്നെ ഈ ഹെന്ന തയ്യാറാക്കുന്നത് ഞാൻ ചെയ്ത പോലെ തന്നെ ചെയ്യണം. എന്നാൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇട്ട ഈ 2 ടിപ്പും നിങ്ങൾക്കെല്ലാം പ്രയോജനം ചെയ്യുന്നതാണ്. എല്ലാവരും ഒക്കെ ഇതൊന്നും ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. ഞാനല്ലാതെ ചുമ്മാതിട്ട വീഡിയോ ഒന്നുമല്ല. ഞാനിപ്പോൾ എനിക്ക് ചെയ്തപ്പോൾ ഞാൻ ആ വീഡിയോ ഇട്ടതാണ്. എല്ലാവരും ഈ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും പ്രയോജനം ചെയ്യും. 100% ഉറപ്പ് വരുന്നു, എല്ലാവർക്കും പ്രയോജനം ചെയ്യും. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക കേട്ടോ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നാളെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. താങ്ക് യു.